ഇറ്റലിയിൽ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് പവോള. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നാണ്. ജീവിച്ചിരുന്ന സമയത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സന്ദർശകരുണ്ടായിരുന്നു. ഒരിക്കൽ ഫ്ലോറൻസിലെ ഒരു പ്രഭു കുടുംബം ഫ്രാൻസിസിനെ സന്ദർശിക്കാനെത്തി. അവരുടെ കൂടെ ആ വീട്ടിലെ ഒരു കുഞ്ഞു ബാലനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജിയോവാനി എന്നായിരുന്നു. ആ ബാലനെ കണ്ടയുടൻ ഫ്രാൻസിസ് പറഞ്ഞു, കുഞ്ഞെ, നീ മാർപ്പാപ്പയാകുമ്പോൾ നീ എന്നെ വിശുദ്ധനാക്കും. വർഷങ്ങൾ കടന്നുപോയി. ഫ്രാൻസിസ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഈ ജിയോവാനി എന്ന ബാലനായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ലേയോ 10-ാമൻ മാർപ്പാപ്പ. ഈ ലേയോ 10-ാമൻ മാർപ്പാപ്പയാണ് ജൂലിയസ് മാർപ്പാപ്പയ്ക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസലിക്ക പുതുക്കി പണിയുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത്. ഈ ലേയോ 10-ാമൻ മാർപ്പാപ്പയാണ് വൈദികനല്ലാതെ മാർപ്പാപ്പയായ അവസാനത്തെ വ്യക്തി. ഈ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഈ ഒരു പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വിശുദ്ധർ വലിയ വലിയ പ്രവചനങ്ങൾ നടത്തും, വലിയ വലിയ അത്ഭുതങ്ങളും കാണിക്കും. ഇദ്ദേഹവും അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് പവോളയുടെ ആ ഒരു ആത്മവിശ്വാസമാണ്. നീ മാർപ്പാപ്പയാകുമ്പോൾ നീ എന്നെ വിശുദ്ധനാക്കും. താൻ വിശുദ്ധനാകും എന്നുള്ള ആത്മവിശ്വാസം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം. അഭിഷേകത്തോടെ, ശക്തിയോടെ, ആത്മവിശ്വാസത്തോടെ വേണം നാം ഓരോരുത്തരും മുന്നേറാൻ. എളിമയോടൊപ്പം വേണ്ടതാണ് ആത്മവിശ്വാസം. സ്നാപക യോഹന്നാനും പൗലോസ് അപ്പോസ്തലനും ഏലിയ പ്രവാചകനിലും നിറഞ്ഞു നിന്നിരുന്നതാണ് ഈ ആത്മവിശ്വാസം. അതിനാൽ ആത്മവിശ്വാസവും ആത്മധൈര്യത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവരാജ്യം വളരട്ടെ.